നമസ്കാരം. നമ്മുടെ ഡോക്ടറിലേക്ക് സ്വാഗതം. വന്ധ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മുടെ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത്. കോഴിക്കോട്ടെ രാജേന്ദ്ര ഹോസ്പിറ്റലിലെ ഡോക്ടർ സിന്ധു നാരായണൻകുട്ടിയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമുക്കറിയാം, മുൻപത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് നാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് വന്ധ്യത ക്ലിനിക്കുകൾ കാണാം, ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ കാണാം. അതിനർത്ഥം കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് ഈ വന്ധ്യതാ നിരക്കിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് ഈ വന്ധ്യത? എങ്ങനെയാണ് ഒരു ദമ്പതികളെ നമ്മൾ വന്ധ്യതയുള്ളവരായി കണക്കാക്കുന്നത്? വന്ധ്യത എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടും ഗർഭം ധരിക്കാൻ സാധിക്കാത്തപ്പോൾ ആ അവസ്ഥയ്ക്കാണ് വന്ധ്യത എന്ന് പറയുന്നത്. ഈ ഒരു വർഷം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഒരു വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് റെഗുലറായി ബന്ധപ്പെട്ടിട്ട് വേറെ ഒരു ഗർഭനിരോധന മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ ഗർഭം ധരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് വന്ധ്യത എന്ന് പറയുന്നത്. പിന്നെ വന്ധ്യത രണ്ട് തരത്തിലത്തെ വന്ധ്യതയുണ്ട്. നമ്മൾ പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. അത് അവർ ഇതുവരെയ്ക്കും അവർക്ക് ഗർഭം ധരിക്കാൻ സാധിക്കാൻ പറ്റിയിട്ടില്ല. സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് മുമ്പ് ഗർഭം ധരിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു നോർമൽ പ്രഗ്നൻസി ആയിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അലസി പോയിട്ടുണ്ടാവാം. ഏതായാലും ഗർഭം ധരിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് ഗർഭം ധരിക്കാൻ സാധിക്കാത്തപ്പോഴാണ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുക. ഈ പ്രാഥമിക കാരണങ്ങൾ ഇതിന് പ്രത്യേകിച്ച് എന്തൊക്കെയാണ്? നമുക്ക് പ്രാഥമിക കാരണങ്ങളായിട്ട് ഈ വന്ധ്യത ഇത്രയേറെ വർദ്ധിച്ചു വരുന്നത് ഒരുപക്ഷെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ് ഇത്തരത്തിൽ വന്ധ്യത കേസുകൾ വർദ്ധിക്കാനുള്ള കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വല്ലാണ്ട് ഇപ്പോഴത്തെ കാലത്ത് വന്ധ്യത വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അത് ഒന്ന് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ്. നമ്മളുടെ ഇന്നത്തെ കാലത്ത് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. പിന്നെ നമ്മളുടെ ഡയറ്ററി ഹാബിറ്റ്സ്, കൂടുതൽ നമുക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ജങ്ക് ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത്. അതിൻ്റെയൊക്കെ കാരണത്താൽ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പിന്നെ മെയിൻ ഫാക്ടർ ഇപ്പോഴത്തെ, പണ്ടൊക്കെ നേരത്തെ സ്ത്രീകൾ കല്യാണം കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഒക്കെ ലേറ്റ് മാരേജസാണ് കൂടുതലായിട്ട് കണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ 25-ന് ശേഷം 27 വയസ്സിലൊക്കെയാണ് സ്ത്രീകൾ കല്യാണം കഴിക്കുന്നത്. അത് ഒരു വലിയൊരു കാരണമാണ്. അത് കല്യാണത്തിന് ശേഷം അവർ പിന്നെയും ഒരു വർഷത്തേക്ക് ഗർഭം വേണ്ടാന്ന് വയ്ക്കും. അവർക്ക് ജോലി ഉണ്ടാവാം, പഠിക്കുന്നുണ്ടാവാം, അങ്ങനെ പല കാരണത്താൽ അവർ വേണ്ടാന്ന് വയ്ക്കും. പിന്നെ അവർ ഗർഭം ധരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആവാത്തപ്പോൾ അവർക്ക് സ്ട്രെസ്സ് വരും. അത് അവരുടെ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ബാധിക്കും. അവരുടെ ഫ്രീക്വൻസി കുറയും, അവർക്ക് താല്പര്യം കുറയും. അത് ഇൻവേരിയബിളി ഇൻഫെർട്ടിലിറ്റിക്ക് നയിക്കും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ലേറ്റ് മാരേജ് ഇതിനൊരു കാരണമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് കൃത്യമായ ഒരു, അല്ലെങ്കിൽ ഗർഭധാരണത്തിനുള്ള ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? ഒരു 30 വയസ്സിൽ താഴെ ആണ് ഏറ്റവും നല്ല പ്രായം ഗർഭം ധരിക്കാനായിട്ട്. 30 വയസ്സിൽ മേലെ ആവുമ്പോൾ നമ്മൾ 30 വയസ്സിലായ മേലെ ആവുന്ന സ്ത്രീകൾ നമ്മൾ എൽഡർലി പ്രൈമി എന്ന് പറയും. അപ്പോൾ അത് ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പം അധികവും അവർ 30-ൽ താഴെ കല്യാണവും ഗർഭവും ധരിക്കേണ്ടത് ആണ്. ഡോക്ടർ, നമുക്ക് ഇപ്പോൾ ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും രതീഷ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നു. രതീഷ്, സംസാരിച്ചോളൂ, ഡോക്ടറോട് ചോദിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ. എന്റെ പേര് രതീഷ് എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി. എനിക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസത്തോളമായി. ഓക്കെ. അപ്പൊ കുട്ടികളുടെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്ന കാര്യം ആലോചിക്കണേ ഞാൻ. രതീഷിന് വയസ്സ്? എനിക്ക് 35 വയസ്സ് കഴിഞ്ഞു. വൈഫിന് 30 വയസ്സ്. 30 വയസ്സ്. 6 മാസമായിട്ട് നിങ്ങൾ ഒന്നിച്ചാണോ ജീവിക്കുന്നത്? ഒന്നിച്ചാണ് ജീവിക്കുന്നത്. എന്നിട്ട് റെഗുലറായിട്ട് ഈ 6 മാസത്തിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്യാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്. നിങ്ങൾ വേറെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു 6 മാസം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഒന്നും ആയിട്ടില്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴാണ് കൺസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്ക് നിങ്ങൾക്ക് വൈഫ് 30 ഇയേഴ്സ്, ഇപ്പൊ
നിങ്ങൾക്ക് 35 അല്ലേ, വൈഫിന് 30? ആ വൈഫ് 30. ആ. അപ്പൊ 6 മാസം കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണോ അതോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് പോയി കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ജനറലായ ഒരു ടെസ്റ്റിംഗ് ഒക്കെ നടത്തി നോക്കാം. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നല്ലതായിരിക്കും. താങ്ക് യു. താങ്ക് യു. ഇപ്പോൾ ഈ പ്രേക്ഷകൻ ചോദിച്ച പോലെ തന്നെ പലർക്കുമുള്ള സംശയമാണ് എപ്പോഴാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടതെന്ന്. കൃത്യമായി പറഞ്ഞാൽ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു 1 വർഷം കഴിഞ്ഞ്. 1 വർഷം വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം മാത്രം ആരംഭിച്ചാൽ മതി. 1 വർഷം ആണ് നമ്മൾ ദമ്പതികൾ ഒന്നിച്ച് ജീവിച്ച് നല്ലോണം സെക്ഷലി ട്രൈ ചെയ്തതിന് ശേഷം ആവാത്തപ്പോഴാണ് അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്. ഈ 1 വർഷം എന്ന് പറയുന്നത് നമുക്ക് അതൊരു എല്ലാവർക്കും അതൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അത് ചില ആൾക്കാർ ഇപ്പോൾ ലേറ്റ് മാരേജ്, ഞാൻ പറഞ്ഞു, ലേറ്റ് മാരേജ് ആയിട്ട് കല്യാണം കഴിക്കുന്ന ദമ്പതികൾ 30-35 വയസ്സിന് ശേഷം അവർ ഒരു 6 മാസം ട്രൈ ചെയ്തതിന് ശേഷം അവർക്ക് ഗർഭം ധരിക്കാത്തപ്പോൾ അവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ആർത്തവ ചക്രം കൃത്യമായിട്ട് വരാത്തവർ, തെറ്റി വരുന്നവർ, പിന്നെ എൻഡോമെട്രിയോസിസ് എന്നുള്ള അസുഖമുള്ളവർ, ഓൾറെഡി അറിയാം അവർക്ക് ആ അസുഖമുള്ളവർ, അവർ ഒരു 6 മന്ത്സ് ട്രൈ ചെയ്തിട്ട് ആവാത്തപ്പോൾ അവർ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ ഈ ലേറ്റ് മാരേജ് ഞാൻ പറഞ്ഞല്ലോ, അത് അവരൊക്കെ നേരത്തെ ഈ 1 ഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സുനിൽ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നു. സുനിൽ, ചോദിച്ചോളൂ. കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ആർത്തവ ചക്രം കൃത്യമല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ PCOD എന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റ്, അത് ഒട്ടുമിക്ക പെൺകുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്. അത് ഈ ഗർഭധാരണത്തിന് എത്രത്തോളം തടസ്സമായി നിൽക്കുന്നുണ്ട്? അത് ഒരുപക്ഷെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഈ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലേ നമുക്ക് അത് ക്ലിയർ അല്ലാത്തവരുണ്ടാകാം, അത് ആ പീരീഡ് കറക്റ്റ് അല്ലാത്തവരുണ്ടാകാം. അതിനെല്ലാം ഈ PCOD തന്നെയാണോ മുഖ്യ കാരണമായിട്ട് വരുന്നത്? ഈ PCOD ഗർഭധാരണത്തിന് ശരിക്കും ഒരു വില്ലൻ തന്നെയാണോ? ഈ PCOD ഇപ്പം കുറേ പേരിൽ നമ്മൾ കണ്ടുവരുന്നു. അതിൽ മെയിൻ കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ഡയറ്ററി ഹാബിറ്റ്സും ആണ്. ഇങ്ങനെ വരുമ്പോൾ ഒട്ടുമുക്കാൽ കുട്ടികൾക്ക് ടീനേജ് പ്രായത്തിൽ അവരുടെ പീരിയഡ്സ് റെഗുലർ ആയിരിക്കില്ല. പക്ഷെ ഒരു കാലം കഴിഞ്ഞിട്ട് അതൊന്ന് റെഗുലർ അല്ലെങ്കിൽ അവർ അതിന് വേണ്ടി കൺസൾട്ട് ചെയ്യണം. ഇതിന് നേരത്തെ കാലത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമുക്ക് അതിൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ഒരു കൺട്രോളിൽ വരുത്തിക്കാൻ പറ്റുന്നതാണ്. ഈ PCOD എന്ന് പറയുമ്പോൾ നമ്മളുടെ അണ്ടാശയത്തിൽ കുറേ ഫോളിക്കിൾസ്, നോർമലി ഒരു നോർമൽ മെൻസ്ട്രൽ സൈക്കിളിൽ ഒരു ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് അണ്ടം റിലീസ് ചെയ്തിട്ടാണ് ഓവുലേഷൻ നടക്കുന്നത്. ഈ PCOD എന്ന് പറയുമ്പോൾ എല്ലാ ഫോളിക്കിൾസും ഒരേ ഒരു ഓറിയൻറ്റേഷൻ ഇല്ല. കുറേ ഫോളിക്കിൾസ് അതിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നില്ല, ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വന്ധ്യതയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നേരത്തെ നമ്മൾ ഒന്ന് കണ്ടുപിടിച്ച് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ വേണ്ട ചികിത്സ കൊടുത്താൽ വിവാഹത്തിന് മുൻപേ അതിനുള്ള ചികിത്സകൾ സ്വീകരിക്കാവുന്നതാണ്. വിവാഹം മുന്നേ സ്വീകരിക്കുന്നതാണ്. ഓക്കെ, കണ്ണൂരിൽ നിന്ന് സുനിലുണ്ട്. സുനിൽ, ചോദിച്ചോളൂ. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് മജീദ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. മജീദ്, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. എന്റെ മകളുടെ കാര്യമാണ്. എനിക്ക് എന്റെ മകളുടെ 21 വയസ്സുള്ളപ്പോൾ കെട്ടിച്ച്. ഹലോ ഹലോ മജീദ്, TV-യിൽ ശ്രദ്ധിക്കാതെ സംസാരിക്കുക. ഡോക്ടറോട് ചോദിച്ചോളൂ. TV-യുടെ വോളിയം കുറച്ച് വയ്ക്കുക. ഹലോ, എന്റെ ഒരു മകളുടെ കാര്യം പറയുന്നതിന് വിളിച്ചത്. പറയൂ. അപ്പൊ എന്റെ മകളെ 21 വയസ്സായപ്പം വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 11 മാസം ആയപ്പോ തന്നെ മോള് പ്രസവിച്ച ഒരു കുട്ടിയുണ്ട്. ഇപ്പൊ അവൻ 8 പഠിക്കുന്നു. അവന് 13 വയസ്സുണ്ട്. അപ്പം പിന്നീട് അവർ കുഞ്ഞുങ്ങളുണ്ടാകുന്ന കുറച്ച്
താമസം നിയന്ത്രണം നോക്കിയിരുന്നു. അതിനുശേഷം പിന്നെ കുട്ടികൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ കുട്ടികളുണ്ടാകാൻ ഒരുപാട് ശ്രമമൊക്കെ നടത്തി പുരുഷൻ യവന് ചെറിയ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞപ്പോ ആ പുക്കിളിന്റെ ആ ഭാഗത്ത് ഒരു ഡോക്ടർ, ഇവിടെ ഓച്ചറ സ്റ്റാറിലെ ഒരു ഡോക്ടർ ഓപ്പറേഷനും ഒക്കെ നടത്തി. അപ്പൊ 2 വർഷമായി, എന്നിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് വിളിച്ചതാ. മകളും ഭർത്താവും ഒന്നിച്ചാണോ നിക്കുന്നത്? അല്ല, ഭർത്താവ് ഗൾഫിലാണ്. പക്ഷേ ഈ കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 1 വർഷം ഗൾഫിൽ കൊണ്ടുപോയി കൊണ്ടുപോയി. അവര് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി? കുറച്ചു നാള് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവുമല്ലോ. കുറച്ച് നാള് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോ 6 വർഷമെങ്കിലും ആവും. 6 വർഷം. ഈ ലാപ്രോസ്കോപ്പി, ഈ ഒരു സർജറി ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അത് ചെയ്തിട്ട് ഇപ്പൊ 2 വർഷമല്ല ആവുന്നുള്ളൂ. ആ ചെയ്തതിന് ശേഷം അവർ ഒന്നിച്ച് നിന്നിട്ടുണ്ടായിരുന്നോ? ചെയ്തതിന് ശേഷം പിന്നെ ഇതുവരെയും അതിനുള്ള ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, അവർ ഒന്നിച്ച് നിന്നിട്ടുണ്ടായിരുന്നോ? ഈ സാധാരണ നമ്മള് സർജറി കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ച് നിന്നിട്ടില്ല. സർജറിക്ക് മുമ്പാണ് ഒന്നിച്ച് നിന്നത്. ഈ സർജറി ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് പറഞ്ഞിരുന്നോ ആ ഡോക്ടർ? സർജറിക്ക് മുമ്പ് അവര് 1 വർഷത്തോളം ഡോക്ടർ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാണ് അത് പരിഹരിക്കുമെന്ന് പറഞ്ഞാണ് ഈ സർജറി ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് ഫലമൊന്നും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. അല്ല, പക്ഷെ ആ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ആ സർജറിയിൽ എന്തായിരുന്നു പ്രോബ്ലം എന്ന് അറിയുന്നില്ല. ഇപ്പൊ അവർക്ക് വല്ല സിസ്റ്റ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്നുള്ള അസുഖം ഉണ്ടായിരുന്നോ ഒന്നും അറിയുന്നില്ല. പക്ഷെ അവർ ഒന്നിച്ച് നിൽക്കേണ്ടതായിരുന്നു. ഒന്നിച്ച് 1 വർഷത്തോളം ഒന്ന് നിന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയേനെ. പിന്നെ ഇനി ഫർദർ ആയിട്ട് ഒന്നിച്ച് നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസും കുറവാണ്, സമയവും കുറവാണ്, അതേപോലെ പ്രായം കൂടി വരികയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും കൂടും. ഇപ്പോൾ പാലക്കാട് നിന്ന് ഷഹീർ എന്നൊരു ആൾ വിളിക്കുന്നുണ്ട്. ഷഹീർ, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ ഹലോ, പറയൂ. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷമായി. ഓക്കെ. പരമാവധി ട്രൈ ചെയ്തു. ഡോക്ടറൊക്കെ പറഞ്ഞപ്പോ 6 മാസം ട്രൈ ചെയ്തപ്പോ ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ടു. ഓക്കെ. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറയൂ. ഹോസ്പിറ്റലിൽ പോയി അപ്പോ ഒരു 6 മാസം കൂടി ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇപ്പോ ഇതുവരെ അതിലൊരു പുരോഗതിയൊന്നുമില്ല. ഇപ്പൊ പലരും പറയുന്നത് ഇങ്ങനെ ഈ പീരിയഡ്സിന്റെ സമയത്തൊക്കെ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള ഒക്കെ പറയുന്നുണ്ട്. അതിനെ കുറിച്ച് അറിയാമോ? അത് തെറ്റായൊരു ധാരണയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതെങ്ങനെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ കൂടുതൽ സാധ്യതയുള്ളത് ഏത് സമയങ്ങളിലാണ് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ? കൂടുതൽ സാധ്യത നമ്മൾ ബന്ധപ്പെടേണ്ടത് പീരിയഡ്സ് ക്ലിയർ ആയതിനു ശേഷം. നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി മാരീഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾ പീരിയഡ്സ് ക്ലിയർ ആയതിനു ശേഷം ഒരു 8ാമത്തെ 9ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ റെഗുലർലി ബന്ധപ്പെടണം. ഒരു ദിവസം ഇടവിട്ടിട്ട് ബന്ധപ്പെടണം. ഒരു മാസക്കുളിയുടെ ഒരു 18ാം ദിവസം 20ാം ദിവസം വരെ ബന്ധപ്പെടാം. അപ്പൊ ഇതിന് നമുക്ക് ഇങ്ങനെ ഈ സമയങ്ങളിലാണ് അതിന് കൂടുതൽ സാധ്യത കൂടുന്ന സമയം, അങ്ങനെ ഉണ്ട് അല്ലേ? അതായത് കൂടുതൽ സാധ്യതയുള്ള സമയവും സാധ്യത കുറവുള്ള. നോർമലി എല്ലാവർക്കും ഒരു ധാരണ ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് മാത്രം ബന്ധപ്പെട്ടാലാണ് ഗർഭം ധരിക്കാൻ സാധ്യത കൂടുതലെന്ന്. പക്ഷെ ഏറ്റവും നല്ലത് നിങ്ങൾ റെഗുലർലി കോണ്ടാക്ട് ചെയ്യണം. കാര്യമില്ല, നിങ്ങൾ റെഗുലർലി കോണ്ടാക്ട് ചെയ്യണം. എന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരാഴ്ച ബന്ധപ്പെടാണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബീജത്തിന്റെ ക്വാളിറ്റി മോശമായിരിക്കും. പലരും വിചാരിക്കും അത്രയും ദിവസം ബന്ധപ്പെടാണ്ട് പിന്നെ ബന്ധപ്പെടുമ്പോൾ ബീജത്തിന്റെ ക്വാളിറ്റി നന്നായിരിക്കുന്നു. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. റെഗുലർലി ഒരു 1-2 ദിവസം ഇടവിട്ട് ബന്ധപ്പെടുക. ഏകദേശം ഒരു 10-12ാം ദിവസം ആകുമ്പോൾ നിങ്ങളൊന്ന് അടുപ്പിച്ച് ബന്ധപ്പെടുക. ആ സമയത്താണ് ഓവുലേഷൻ നടക്കാനുള്ള സാധ്യത. അപ്പോൾ ഒന്ന് അടുപ്പിച്ച് ബന്ധപ്പെടുക. മാസക്കുളി എക്സ്പെക്ട് ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേ വരെ നമുക്ക് ഈ ബന്ധപ്പെടാം.
ഗർഭധാരണത്തിന് വേണ്ടി. ഈ പറഞ്ഞ സമയം തെറ്റാണല്ലേ? എങ്ങനെ ഈ ഒരു പീരീഡ് സമയത്ത് പീരിയഡ്സ് സമയത്ത് ചെയ്യുന്നത് അത് ഒന്നാമത് പീരിയഡ് സമയത്ത് ചെയ്യരുതെന്നൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പം ആ പീരിയഡ്സ് ഫ്ലോ ഉള്ള സമയം ഒഴിവാക്കിയിട്ട് അതിന് ശേഷമുള്ള സമയം ചെയ്യാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. വെൽക്കം. ഓക്കെ, ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ഗായത്രി എന്നൊരു പേഷ്യൻ്റ് ഉണ്ട്. ഗായത്രി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടറെ, എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞു. ഓക്കെ. എനിക്ക് ഇങ്ങനെ 1 വർഷം ഇങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തു. എനിക്ക് എൻഡോമെട്രിയോസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം 8 മന്തായി. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 8 മാസം. 8 മാസമായി. ഓക്കെ. ഓപ്പറേഷൻ കഴിഞ്ഞ് 12ാമത്തെ ദിവസം ഹസ്ബൻഡ് നാട്ടിൽ വന്ന് പിന്നെ 3 മാസം ഞങ്ങള് ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പ്രഗ്നൻസി ആയിട്ടില്ല. അങ്ങനെ എനിക്ക് 3ാമത്തെ പീരീഡ്സ് ഒക്കെ ആയപ്പോ അത് റിക്കറൻസിയില് ഓവുലേഷൻ സ്കാനിങ്ങിൽ അത് റിക്കറൻസി വരുമായിരുന്നു. 2 ഓവറിയിലും ഉണ്ടായിരുന്നു എനിക്ക്. അതിപ്പം പിന്നെ അങ്ങനെ ഡിപ്രോപ്രവേര ഇഞ്ചക്ഷൻ 3 മാസത്തേക്ക് എടുത്ത് ലെഫ്റ്റ് ഓവറിൽ കംപ്ലീറ്റ് മാറി. റൈറ്റ് ഓവറിൽ 2.6 mm ആണ് ഇപ്പം സിസ്റ്റിന്റെ വളർച്ച. ഹലോ. 2.6 ആണ് ഇപ്പം സിസ്റ്റിന്റെ വളർച്ച. അങ്ങനെ ഡോക്ടർ ഞാൻ ഹസ്ബൻഡുമായിട്ട് നിൽക്കാനായിട്ട് ഇപ്പം എന്നെ ഹസ്ബൻഡിനോട് എടുത്തിട്ട് വിട്ടേക്കാണ്. ഇപ്പൊ ഹസ്ബൻഡിന്റെ കൂടെയാണോ? ഇപ്പം ഞാനിപ്പം വന്നിട്ട് 2 വീക്സ് ആയി. ഹസ്ബൻഡിന്റെ ഇത് ചെക്ക് ചെയ്തപ്പം എന്റെ ഇതിന് ഹസ്ബൻഡിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ലിക്വിഫൈഡ് ആവുന്നില്ലായിരുന്നു. 2 hours ആയിട്ട് ലിക്വിഫൈഡ് ആവുന്നില്ല. പിന്നെ ഹസ്ബൻഡ് മെഡിസിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 3 മാസം ട്രൈ ചെയ്യാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് വന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് തന്നിട്ട് ട്രൈ ചെയ്തോ? വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും തന്നെയല്ല. ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തോളാനായിരുന്നു പറഞ്ഞത്. വേറെ മെഡിസിൻ ഒന്നും ഉണ്ടായില്ല? മെഡിസിൻ എനിക്ക് നിങ്ങൾക്ക് ഓവുലേഷൻ ടാബ്ലറ്റ് മാത്രം അത്രേ ഉള്ളൂ. അല്ല, ഓവുലേഷൻ നടക്കണ്ടോ? സ്കാനിങ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യല് അങ്ങനെ? ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോ അണ്ടം വളരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നോ? ഫ്രൂണും പക്ഷെ എനിക്ക് കൊളാപ്സ് ആവുന്നില്ലായിരുന്നു അങ്ങോട്ട്. അത് 3.3 വരെ ആയിട്ടും പിന്നെ ഒരു വട്ടം ഇഞ്ചക്ഷൻ വെച്ചാണ് എനിക്കത് കൊളാപ്സ് ആക്കിയത്. നിങ്ങൾക്ക് ഇപ്പൊ എത്രയാ വയസ്സ്? എനിക്കിപ്പോ 25. നിങ്ങള് ഇപ്പൊ അവിടെ ഹസ്ബൻഡിന്റെ കൂടെ ഉള്ള സ്ഥിതിക്ക് കുറച്ച് മെഡിസിൻസ് അണ്ടം നല്ലോണം ഡെവലപ്പ് ചെയ്യാൻ എനിക്കിപ്പം തന്നു വിട്ടിട്ടുണ്ട് കുറച്ച് മെഡിസിൻസ്. ഓവാലൈസും ഗ്ലൈസിഫയേജും ഫോളിക് ആസിഡും തന്നു വിട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ എൻഡോമെട്രിയോസിസിലെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി സ്പീഡപ്പായി നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനുള്ള മെഡിസിൻസ് ഒക്കെ എടുത്ത് ഒന്ന് അണ്ടത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഓവുലേഷൻ ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഒന്നില്ലെങ്കിൽ ടൈംഡ് ഇൻ്റർകോഴ്സ് എന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾ ബന്ധപ്പെടുക. അല്ലെങ്കിൽ IUI അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹസ്ബൻഡ് സെമനും കുറച്ച് പ്രോബ്ലംസ് ആയിട്ടുണ്ടല്ലോ. അപ്പം IUI എന്ന് പറഞ്ഞാൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. അത് ബീജം യൂട്രസിൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫർ ചെയ്യുക. അതൊക്കെ കുറച്ചും കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് റെക്കറൻസ് വരുന്നുണ്ടല്ലോ, അപ്പം വേഗം പ്രഗ്നൻസിയിലായാൽ പ്രഗ്നൻസി തന്നെ അതിനൊരു ട്രീറ്റ്മെന്റ് ആണ് എൻഡോമെട്രിയോസിസിന്. അത് ഡോക്ടർ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്ന ഡോക്ടേഴ്സും പറഞ്ഞു ഇതേപോലെ പ്രഗ്നൻസി അങ്ങനെയാണ്. എനിക്ക് 3 മാസത്തേക്ക് പീരിയഡ്സ് ബ്ലോക്ക് ചെയ്തോണ്ട് ഇഞ്ചക്ഷൻ തന്നത്. അത് തന്നെ അതായപ്പം എനിക്കിപ്പോ പക്ഷെ ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ നിങ്ങൾക്ക് പ്രഗ്നൻസിയിലേക്ക് നോക്കാനും പറ്റില്ല. അതുകൊണ്ട് കാര്യമായിട്ട് നമ്മള് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് വേഗം നോക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നിങ്ങൾ വേറെ വേറെ താമസിക്കുന്നതുകൊണ്ട്. ഇപ്പൊ ഒന്നിച്ചായിരുന്നെങ്കിൽ നമുക്ക് ആ സമയം ഉണ്ടാവുമായിരുന്നു.
ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇപ്പൊ ഹസ്ബൻഡിന്റെ അടുത്തോട്ട് വന്നത്. ആ, കാരണം ഇത് ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും കൂടുന്നല്ലാതെ കുറയാനുള്ള കുറയണമെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആവണം. പ്രഗ്നൻസി ആവണം എന്ന് പറഞ്ഞു. ഓക്കെ ഗായത്രി, ഇനി കൊല്ലത്ത് നിന്ന് ഷീല എന്നൊരാൾ വിളിക്കുന്നുണ്ട്. ഷീല, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ 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 ഹലോ, പറയൂ ഷീല. ഞാന് ഹലോ മാഡം. ആ പറയൂ, കേൾക്കുന്നുണ്ട്. നമസ്കാരം. ഞാന് പിന്നെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലെ ആവണീശ്വരത്ത് നിന്ന് വിളിക്കുവാണേ. ഓക്കെ. അപ്പൊ എന്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നതേ. ഓക്കെ, പറയൂ. മോക്ക് ഇപ്പൊ 25 വയസ്സുണ്ട്. അവളൊരു 1 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. ഓക്കെ. അപ്പൊ അവൾക്ക് PCOD ആണ്. ശരി. PCODയില് പിന്നെ ഒരു കുട്ടിയായി അടുത്തത് വേണ ഗ്യാപ്പ് പാടില്ലെന്ന് പറയുന്നത് ഉള്ളതാണോ? ഈ ആദ്യം ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ മകൾക്ക്? എന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് പിന്നെ കുഞ്ഞുണ്ടായത്. അവര് ഹസ്ബൻഡ് ദുബായിലായിരുന്നു. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷത്തിന് ശേഷല്ലേ ആയത്? കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇവര് ഒന്നിച്ചല്ലായിരുന്നു. അപ്പൊ ബുദ്ധിമുട്ടുണ്ടായിന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേഗം തന്നെ വേറെ ചികിത്സയൊന്നും ഇല്ലാണ്ടായില്ലേ? നാച്ചുറലി കൺസീവ് ചെയ്ത്. ഇപ്പൊ കുട്ടിക്ക് 1 വയസ്സ്. ഇപ്പം ഫെബ്രുവരിയിൽ 2 വയസ്സാവും. അപ്പൊ PCOD ഉണ്ടെന്ന് എപ്പോഴാ അറിഞ്ഞേ? PCOD ഇത് കല്യാണത്തിന് മുമ്പേ ഞങ്ങളിത് പിന്നെ ഇങ്ങനെ ബ്ലീഡിങ് അടുത്ത മെൻസസ് എപ്പോഴാന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ഇങ്ങനെ കൂടെ അടുപ്പിച്ച് വരില്ലായിരുന്നോ അതോ? അടുപ്പിച്ച് വല്ല ഇവക്ക് 3-4 മാസം കൂടുമ്പോഴായിരുന്നു വരുന്നതേ. ഓക്കെ. ഒരു കാര്യം ചെയ്യാം ഷീല, അവർക്ക് ഇപ്പം കുട്ടിക്ക് 2 വയസ്സാവുകയാണല്ലോ. അതെ അതെ. അപ്പൊ ഈ 2 വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് മെല്ലെ ശ്രമിച്ചു തുടങ്ങാം. നാച്ചുറലി ആയിട്ട് വീണ്ടും പിന്നെ അവള് പറഞ്ഞു ഇതുപോലെ നേരത്തെ ഇപ്പൊ ഈ കുഞ്ഞുണ്ടായി കുറെ നാളത്തേന് ഇത് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഇങ്ങനെ വന്നപ്പം ഈ ബ്ലീഡിങ് നിൽക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വീണ്ടും ഡോക്ടറെ അടുത്ത് കൊണ്ടുചെന്ന് ആ പഴയ ഒരു ഗുളിക പിന്നെ അയൺ ഗുളിക തോന്നുന്നു കൊടുത്തതേ 1 മാസത്തേക്ക് കൊടുത്തായിരുന്നു. റെഗുലറൈസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും. വരാൻ വേണ്ടിയുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കുട്ടിക്ക് 2 വയസ്സ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് മെല്ലെ അവർക്ക് ഈ സൈക്കിൾസ് ഒക്കെ ഒന്ന് റെഗുലർ ആയിട്ട് അവർക്ക് നാച്ചുറലി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം പിന്നെ എന്റെ മരുമോന് ഫെബ്രുവരി അടുത്ത മെയില് വീണ്ടും വരുന്നുണ്ട്. അപ്പൊ ഈ വിവരം പറയാം. തീർച്ചയായിട്ടും അവരോട് മെയ് ആവുമ്പോഴേക്കും, ഇതിപ്പോ ഫെബ്രുവരി അല്ലേ, അവര് ഫെബ്രുവരി മാർച്ച് ഒക്കെ അവർക്ക് അവരുടെ സൈക്കിൾസ് ഒന്ന് റെഗുലർ ആയിട്ട് മെയ് ഹസ്ബൻഡ് വരുമ്പോഴേക്കും അവർക്ക് നാച്ചുറലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആക്കണം അവര് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട്. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നമ്മൾ മുക്കിലും മൂലയിലും കാണുന്ന IVF ക്ലിനിക്കുകളെ കുറിച്ചിട്ട്. ഇപ്പോൾ ഒരുപാട് ക്ലിനിക്കുകളുണ്ട്, ഒരുപാട് പേര് ഇതിനു വേണ്ടി ചികിത്സ തേടുന്നതുണ്ട്. ഈ ആധുനിക ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുന്നുണ്ട്? അതിൻ്റെ ഒരു സക്സസ് എത്രത്തോളമാണ്? ആധുനിക ചികിത്സ എന്ന് പറയുന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ്, അത് സ്റ്റാർട്ടിങ് തന്നെ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ IUI എന്ന് പറയുന്നത്. ഈ IUI എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുരുഷൻ്റെ ബീജം എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്നു. അത് വാഷ് ചെയ്തിട്ട് നല്ല ചലനശക്തിയുള്ള ബീജങ്ങൾ, ഡെഡ് സ്പേംസ് ഒക്കെ ഒഴിവാക്കിയിട്ട് അത് യൂട്രസിൻ്റെ ഉള്ളിൽ ഓവുലേഷൻ്റെ സമയത്ത് യൂട്രസിൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. അത് അധികവും ബീജത്തിൻ്റെ കൗണ്ട് കുറവുള്ള പുരുഷന്മാർക്ക് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ആ കപ്പിൾസിൽ. പിന്നെ സെക്സ് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്തവർ, ബന്ധപ്പെടാൻ പറ്റാത്തവരിൽ ഈ IUIക്ക് പോവാം.
അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രീറ്റ്മെൻറ്റ്സ് മുമ്പത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് അതൊക്കെ ഫെയിലിയർ ആയതിനു ശേഷം നെക്സ്റ്റ് അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് IUI. പിന്നെ പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും വലിയ ഫെമിലിയർ ആയത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, IVF എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. ഈ IVF എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകളിൽ അണ്ടം ഇഞ്ചെക്ഷൻസൊക്കെ കൊടുത്ത് കുറേ അണ്ടങ്ങൾ വളർത്തിയിട്ട് അത് നല്ലോണം ഡെവലപ്പ് ആകുമ്പോൾ അത് പുറത്തേക്ക് ഓപ്പറേഷൻ വഴി അത് പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് പുരുഷൻ്റെ ബീജവും ആയിട്ട് യോജിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് IVF ലാബിലാണ്. ലാബിൽ അണ്ടർ മൈക്രോസ്കോപ്പ് ഒരു ഡിഷിൽ ബീജവും അണ്ടവും കൂടി ഇട്ടിട്ട് അത് യോജിപ്പിച്ചതിന് ശേഷം ഭ്രൂണായതിന് ശേഷം ചിലപ്പം അതേ സൈക്കിളിൽ തിരിച്ച് യൂട്രസിൽ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ 2-3 മാസത്തിന് ശേഷം ആ സമയം ശരിയാകുമ്പോൾ യൂട്രസിൽ ട്രാൻസ്ഫർ ചെയ്യും. അതുവരെയ്ക്കും അത് ഫ്രീസ് ചെയ്ത് വയ്ക്കും. ഇതാണ് IVF. IVFൻ്റെ ഒരു വേറൊരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ICSI എന്ന് പറയുന്നത്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇൻസെമിനേഷൻ. അത് പറയുമ്പോൾ നമ്മൾ പ്രൊസീജിയർ ഇതൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ഈ ഓരോ അണ്ടത്തിലേക്കും ബീജം കുത്തിവെക്കുന്നതാണ് ICSI എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഏതായാലും ആധുനിക ചികിത്സാ രംഗത്ത് ഇതിന് ഈ വന്ധ്യതയ്ക്ക് നിരവധി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഒരുപാട് സംസാരിക്കാതുണ്ട്, പക്ഷേ സമയക്കുറവ് മൂലം നമുക്ക് നിർത്തുകയാണ്. നമ്മുടെ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.